ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് എണ്ണയൊന്നും അധികം കുടിക്കാത്തൊരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ചെറിയ ജീരകല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്നില്ല കേട്ടോ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്കായ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ചെറിയ ജീരകം ഇത്തിരി മാത്രം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള അധികം ലൂസാവൊന്നും വേണ്ട, കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ അത് വേണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഏറിപ്പോയാലും ഇതിൻ്റെ മാറിപ്പോകും, ഇതിൻ്റെ ഒരു ടെക്സ്ചർ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക. സ്നാക്ക് റെഡിയാക്കാനുള്ള ബാറ്ററി നമുക്കൊന്ന് മാറ്റി വെക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഈ എഗ്ഗ് ഒന്ന് എടുത്തിട്ട്, മെയിൻ ഇൻഗ്രീഡിയൻസ് എഗ്ഗ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 6 എഗ്ഗ് വെച്ചിട്ട് ചെയ്യുക. 12 നമുക്ക് ഇതിന് കിട്ടും കേട്ടോ. 1 മതിയാവും ഒരാൾക്ക്. പിന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ തേങ്ങ ചിരകി ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഒന്ന് ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തേങ്ങ ചിരകിയത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അരിയൊന്നും വേണ്ട, ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സവാളൻ്റെ കഷ്ണം കൂടി ചേർത്തിട്ടുണ്ട്. 4-5 സ്പൂൺ തേങ്ങയും ചേർക്കുക കേട്ടോ, ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഞാൻ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇത്രേ ഉള്ളൂ. ഈ ഒരു സ്നാക്സ് ഞാനും ഫസ്റ്റായിട്ടാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മൾക്ക് എഗ്ഗൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഈ എഗ്ഗിൻ്റെ മുകളിലൂടെ ഇതിങ്ങനെ
ഈ ഒരു ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിന് പകരം നമുക്ക് പൊട്ടാറ്റോ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉള്ളിയും ഒക്കെ വാട്ടിയെടുത്തിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ആക്കിയെടുക്കാം. പഴമൊക്കെ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ ഇതുപോലെ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗിന് അതൊന്ന് കോട്ട് ചെയ്തൊന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മളെ ഇന്നേ ദിവസത്തെ ഇഫ്താർ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്നൊക്കെ വിചാരിക്കുകയാണ്. ട്രൈ ചെയ്തോളി. ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. എന്തായാലും ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാം. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ റൂട്ടീനായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരും. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.